ചായ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു വികാരമാണല്ലേ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ദൂര സ്ഥലത്തു നിന്നാണെങ്കിലും നമുക്കൊരു ചായ കുടിച്ചിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉള്ളുണ്ട്, ടെൻഡൻസി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ ശ്രീലങ്കക്കാരുടെ ചായയാണ്. അത് പറഞ്ഞാൽ നമ്മളെ സാധാ സമാവർന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫ്രഷ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അവർ ആങ്കറിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാൽപ്പൊടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ളത് ഇവർ ഈ ചായ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സാധനമില്ല അവരെ അടിക്കണ പാത്രം, അതും ഈ ഒരു ശബ്ദം ഒരു വെറൈറ്റി ആണ്. അതിൽ കൂടെ സ്ട്രോങ് തുള്ളിയും കൂടി വെച്ചിട്ട് രണ്ടടിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ആ ഫ്രഷ് മിൽക്കിനൊക്കെ അടിപൊളിയായിട്ടുള്ള ചായ കിട്ടും. നമുക്ക് ഈ ചായ ഉണ്ടാക്കി തന്നെ മലപ്പുറം ചേളാരിക്കാരൻ ആരിഫാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ശ്രീലങ്കക്കാരുടെ അടുത്ത് പോയിട്ട് വീണ്ടും ഒരു ചായ ഉണ്ടാക്കുന്നത് നോക്കിയേക്കാം. ഇത് ഒതൻറ്റിക് ആയിട്ടുള്ള ആങ്കർ പാൽപ്പൊടി ചായയാണ് ശ്രീലങ്കക്കാരുടെ കേട്ടോ. അപ്പോൾ ഈ പാത്രം കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് അവരെ ഹൈലൈറ്റ്. അതിലുണ്ടാക്കണ ഈ പാൽപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ അടിക്കണണ്ടില്ലേ, ഇതൊരു ശബ്ദമാണ്. നിങ്ങൾ എവിടെ ശ്രീലങ്ക റെസ്റ്റോറൻറ്റ് പോയാലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ അതിൽ നല്ല സ്ട്രോങ് ചായം കൂടി ഒഴിച്ചിട്ട് രണ്ട് അടിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ചിലപ്പോൾ നമ്മളെ ഫ്രഷ് മിൽക്കിനേക്കാൾ അടിപൊളിയായിട്ടുള്ള